നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാർച്ച് 22 ആശങ്കകൾക്കിടയിൽ ഒരു ജലദിനം കൂടി. കുടിവെള്ളം കിട്ടാക്കനിയായി ശതകോടി മനുഷ്യർ. ദേവീദേവന്മാർ പൂരം കുളിച്ച് മാടം കയറി. ഉത്തരമലബാറിലെ വസന്തോത്സവത്തിന് ഭക്തി നിർഭരമായ പരിസമാപ്തി. പുതിയ കാലത്തെ ചലച്ചിത്ര ഗാനങ്ങൾ അർത്ഥഗരിമയില്ലാത്തതാണെന്നും കാലം അനന്തര തലമുറയ്ക്ക് ഇത്തരം ഗാനങ്ങൾ കൈമാറില്ലെന്നും പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ. വിപുലമായ EMS AKG സ്മൃതിയുമായി പയ്യന്നൂർ EMS പഠന കേന്ദ്രം. പ്രഗത്ഭർ പ്രഭാഷണ പരമ്പരയ്ക്കെത്തും. താവം ഈഗിൾ ക്ലബ്ബ് ONV കലാഭവൻ മണി അനുസ്മരണവും ഗുരുവന്ദനവും കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മാർച്ച് 22 ലോക ജലദിനം. ലോകത്ത് 1.5 ലക്ഷം കോടി ആളുകൾ ജലവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ തൊഴിലെടുക്കുന്നവരാകയാൽ 2016 ലോക ജലദിനത്തിന്റെ സന്ദേശം ജലവും തൊഴിലും എന്നതാണ്. നാം വസിക്കുന്ന ഭൂമിയുടെ 70% ജലമാണ്. എന്നാൽ ഈ ജലത്തിന്റെ വെറും 1% മാത്രമാണ് ശുദ്ധജലം. ഇത് ഭൂഗർഭജലമായോ തടാകങ്ങളായോ പുഴകളായോ കുളങ്ങളായോ തോടുകളായോ ഒക്കെ നമുക്ക് ലഭിച്ചു വരുന്നു. ഇത്രയും പരിമിതമായൊരു ജലവിഭവത്തിന്റെ കീഴിലാണ് നാം ജീവിക്കുന്നത്. ലോകമെമ്പാടും 2.25 കോടി ജനങ്ങൾ ഇന്ന് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നുണ്ട്. 2025 ആകുമ്പോഴേക്കും ഇത് 3.25 ലക്ഷം കോടിയാകുമെന്നാണ് UN-ന്റെ റിപ്പോർട്ട്. ശുദ്ധജല സ്രോതസ്സുകളിൽ 20% ഉപയോഗശൂന്യമായി കഴിഞ്ഞു. കുളങ്ങളും തോടുകളും ജലാശയങ്ങളും വേണ്ടവിധം സംരക്ഷിക്കപ്പെടാതെ പോവുകയാണ്. മഴവെള്ളം നാം വേണ്ടത്ര ഉപയോഗിക്കാതെ പാഴാക്കി കളയുന്നു. കുഴൽക്കിണറുകളുടെ സാന്നിധ്യവും മുറ്റത്ത് വർദ്ധിച്ചു വരികയാണ്. 2021 ആകുമ്പോഴേക്കും നമ്മുടെ ജലത്തിന്റെ ആവശ്യവും ജലലഭ്യതയും തമ്മിൽ 1268 ലക്ഷം കോടി ലിറ്ററിന്റെ അന്തരമുണ്ടാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കിണറുകളിലെ ജലവിധാനം വർഷം കഴിയുന്തോറും അപകടകരമാം വിധം താഴ്ന്നു വരികയാണ്. 1983 വരെ കേരളത്തിൽ വരൾച്ച എന്നത് കേട്ടുകേൾവി മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് സ്ഥിതി ഒട്ടും ആശാവഹമല്ല. ശുദ്ധജലം വേണ്ടത്ര സുലഭമായി ലഭിച്ചിരുന്ന കാലത്തെ കിണ്ടിയുടെ ഉപയോഗവും സമൂഹത്തിൽ കുളങ്ങൾ പുഴകൾ എന്നിവയുടെ ഉപയോഗവും തിരിച്ചു കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കുടവുമേന്തി കുടിവെള്ളത്തിന് പോകുന്ന സ്ത്രീയും ശുദ്ധജലം കയറ്റി വരുന്ന ടാങ്കർ ലോറിയെ കാത്തു നിൽക്കുന്ന ആൾക്കൂട്ടവും അകലെ നമ്മെ കാത്തിരിക്കുന്നത് നല്ല കാലമല്ലെന്ന സൂചനയാണ് നമുക്ക് നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഭക്തിയുടെ നിറവിൽ മാടായിക്കാവിലമ്മയ്ക്ക് പൂരംകുളി. വടുകുന്ത തടാകത്തിൽ നടന്ന പൂരംകുളി കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. മാടായിക്കാവിലമ്മയുടെ പൂരംകുളി ദർശിക്കാൻ അതിരാവിലെ തന്നെ ഭക്തജനങ്ങൾ മാടായിപ്പാറയിലെത്തിയിരുന്നു. രാവിലെ തന്നെ ദേവിയുടെ തിടമ്പ് തെക്കിനക്കൽ കോട്ടയിലേക്ക് എഴുന്നള്ളിച്ചു. ദാരികവധത്തിനായാണ് ദേവി ദാരികൻ കോട്ടയിലേക്ക് എഴുന്നള്ളുന്നത്. 1-ാം കോട്ടയിൽ ദേവിയുടെ നാന്തകവാൾപ്പയറ്റ് നടന്നു. ദാരികവധത്തിന് ശേഷം തന്റെ ഭൂതഗണങ്ങളുടെ നൃത്തം കണ്ട് കോപം ശമിച്ച് നീരാടാനായി വടുകുന്ത തടാകത്തിലെത്തുന്നു. തുടർന്ന് മാടായിക്കാവിലേക്ക് തിരിച്ചെഴുന്നള്ളുന്നു. പ്രത്യേക പൂജകൾക്ക് ശേഷം പൂരട നിവേദ്യത്തോടെ പൂരോത്സവം സമാപിക്കുന്നു. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പൂരച്ചന്തയിൽ വൻ തിരക്ക്. പുതുതലമുറ ആധുനിക ഷോപ്പിംഗ് മാളുകൾ തേടി പോകുമ്പോഴും മാടായിപ്പാറയിലെ പൂരച്ചന്തയ്ക്ക് ഒരു മാറ്റവുമില്ല. മാടായിക്കാവിലെ പൂരംകുളി പോലെ പ്രാധാന്യമുണ്ട് പൂരച്ചന്തയ്ക്കും. പൂരച്ചന്ത സന്ദർശിക്കാതെ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നവർ ഇല്ലെന്ന് തന്നെ പറയാം. വിവിധ ദേശങ്ങളിൽ നിന്നും കച്ചവടക്കാർ വിപണി തേടി ഇവിടെ എത്തുന്നു. പഴയകാല കാർഷിക സംസ്കാരം വിളിച്ചോതുന്നതാണ് ഇവിടുത്തെ പൂരച്ചന്തകൾ. പുതിയ കാലത്തെ ഷോപ്പിംഗ് മാളുകളെ വെല്ലുന്ന കച്ചവടമാണ് ഇന്നും ഇവിടെ നടക്കുന്നത്. ആവശ്യക്കാർക്ക് വിലപേശി വാങ്ങാനും സൗകര്യമുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പൂരച്ചന്തയിൽ ലഭിക്കുന്നു. പുത്തനുടുപ്പ്, ചെരുപ്പ്, സ്റ്റീൽ പാത്രങ്ങൾ, മത്സ്യം, പച്ചക്കറികൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ പോകുന്നു പൂരച്ചന്തയിലെ കാഴ്ചകൾ. പുതുവർഷപ്പുലരിയിൽ കണിയൊരുക്കുന്ന മൺപാത്രങ്ങളും യഥേഷ്ടം പൂരച്ചന്തയിൽ ലഭിക്കുന്നു. പുതിയ തലമുറ
കച്ചവടത്തിൻ്റെ തന്ത്രങ്ങളിൽപ്പെട്ട് ഷോപ്പിംഗ് മാളുകൾ തേടിപ്പോകുമ്പോഴും പഴമയുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പൂരക്കടവിലെ പൂരച്ചന്ത ആഘോഷമാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കത്തിയെരിയുന്ന വേനൽ ചൂടിൽ മാടായിപ്പാറയിലെത്തുന്നവർക്ക് ആശ്വാസമായി തണ്ണീർപ്പന്തലുകൾ. വിവിധ രാഷ്ട്രീയ പാർട്ടികളും കുടുംബങ്ങളും ഏർപ്പെടുത്തിയ കുടിവെള്ളം ജനങ്ങൾക്കേറെ ആശ്വാസമായി. വേനൽ ചൂടിൽ ദാഹിച്ചു വലഞ്ഞ പൂരക്കടവിലെത്തുന്ന ഭക്തർക്ക് ദാഹജലം നൽകുകയാണിവിടെ. തിരഞ്ഞെടുപ്പെടുത്തതോടെ രാഷ്ട്രീയ പാർട്ടികളും കുടിവെള്ള വിതരണത്തിൽ മത്സരിക്കുകയാണ്. മാടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി, BJP മാടായി മണ്ഡലം കമ്മിറ്റി എന്നീ രാഷ്ട്രീയ പാർട്ടികളാണ് ദാഹജലം നൽകുന്നത്. വെങ്ങരയിലെ ബ്രഹ്മഞ്ചേരി പണ്ടാരവളപ്പിൽ തറവാട്, അടുത്തലയിലെ നടക്കൽ തറവാട് എന്നിവരും വടുകുന്ത ശിവക്ഷേത്രം കമ്മിറ്റിയും ദാഹജലം വിതരണം ചെയ്തു. ഇത് ചുട്ടുപൊള്ളുന്ന വേനലിൽ ഭക്തർക്ക് ഏറെ ആശ്വാസമായി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ പൂന്തുരുത്തി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം കുളി ചടങ്ങ് കണ്ടങ്ങാളി ഭദ്രകാളി ക്ഷേത്രകുളത്തിൽ നടന്നു. നിരവധി ഭക്തജനങ്ങൾ സാക്ഷിയായി. ഉത്തര മലബാറിലെ വസന്തോത്സവമായ പൂരോത്സവത്തിന് സമാപനം കുറിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ പൂരംകുളി നടന്നു. പയ്യന്നൂർ പൂന്തുരുത്തി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പൂരംകുളി കണ്ടങ്ങാളി കാരളി ശ്രീ ഭദ്രകാളി ക്ഷേത്രകുളത്തിൽ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. ഇതിന് ഐതിഹ്യം കാരളി അമ്പലക്കുളത്തിൽ പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോട്ട് എന്തുകൊണ്ട് കുളിക്കുന്നു എന്നുള്ള രേഖകളോ ഒന്നും ഇല്ല. കാലാകാലങ്ങളിൽ ദേശാധിപത്യം വഹിക്കുന്ന ക്ഷേത്രത്തിൻ്റെ പരിധിയിൽ വരുന്നതുകൊണ്ട് അന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ പൂരംകുളി നടന്നു വരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പൂന്തുരുത്തി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും അരങ്ങിലെത്തിയ ഭഗവതിയുടെ പ്രതിപുരുഷന്മാർ വിവിധ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രക്കുളത്തിൽ 3 പ്രാവശ്യം മുങ്ങിക്കുളിച്ചു. പൂരംകുളിക്ക് ശേഷം വീണ്ടും അരങ്ങിലിറങ്ങി ഭക്തജനങ്ങൾക്ക് മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹിച്ചു. പൂരംകുളി ദർശിക്കാനായി നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രക്കുളത്തിന്റെ കരയിലെത്തിയിരുന്നു. തുടർന്ന് തുലാഭാര ചടങ്ങും നടന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പതിവ് തെറ്റാതെ കരിവള്ളൂർ പാലക്കുന്ന് നമ്പി വീട്ടിൽ പൂക്കൾ കൊണ്ടുള്ള ഭീമൻ കാമദേവ രൂപമൊരുങ്ങി. തലമുറകളായി തുടർന്നു വരുന്ന ചടങ്ങ് കാണാൻ നിരവധി പേർ ഈ വീട്ടിലേക്ക് എത്താറുണ്ട്. 3.5 അടി നീളവും 1.5 അടി വീതിയുമുള്ള കാമനാണ് തീർത്തത്. ചെത്തി, കട്ടപ്പൂ, ചെമ്പകം, നരിയൻപൂ എന്നിങ്ങനെ ഏതാനും പൂക്കൾ കൊണ്ടാണ് കാമന്റെ രൂപം തീർത്തത്. കരിവെള്ളൂരുകാർക്ക് ഇത് ഇന്നും ഒരു അതിശയമാണ്. മുമ്പ് മുച്ചിലോട്ട് ഭഗവതി പൂരംകുള്ളി കഴിഞ്ഞ് ഏച്ചിക്കുളങ്ങര പൂരംകുള്ളി കഴിഞ്ഞ് നേരെ മാടൻ കയറുന്നത് ഇവിടെയാണ്, കുട്ടിക്കൽ നമ്പി വീട്ടിലേക്കാണ്. ഇതിലൂടെയാണ് ഇവിടെ വന്ന് അപ്പോഴും ഇവിടെ ആളുകൾ നിറച്ചും ഈ കാലത്ത് നിറച്ചും ആളുകളുണ്ടാവും. മുമ്പ് ഇപ്പോഴും ആളുകൾ കുറച്ച് കുറവാണ്. അതിനുശേഷം ഇവിടെ വന്ന് ഉച്ചോട്ട് വന്നിട്ട് ഇവിടുന്ന് തൊഴുത് കാമന് വലം വെച്ച് ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് കരിവെള്ളൂരിലെ മുച്ചിലോട് നിന്നും ഏളത്ത് ഏച്ചിക്കുളങ്ങരയിൽ പോയി മടങ്ങുന്ന വഴി ഇവിടെ കയറി കാമനെ വലം വെച്ച് വിളക്ക് തൊഴും. എത്രയോ കൊല്ലങ്ങളായി നടക്കുന്ന ഒരു ആചാരമാണിത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂർ തേരു അഷ്ടമച്ചാൽ ഭഗവതിയും തിരുവർക്കാട്ട് ഭഗവതിയും അംഗരക്ഷകരോടൊപ്പം പൂരം കുളിച്ച് മാടം കയറി. ഭക്തി നിർഭരമായ ചടങ്ങ് ദർശിക്കാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തിയത്. സവിശേഷവും ഭക്തിനിർഭരവുമായ ചടങ്ങ് കാണാൻ നിരവധി ഭക്തരെത്തി. പയ്യന്നൂർ തെരു അഷ്ടമച്ചാൽ ഭഗവതിയും തിരുവർക്കാട്ട് ഭഗവതിയും ഉച്ചഭ്രാന്തൻ ഭൂതനാഥൻ എന്നീ 2 അംഗരക്ഷകരോടൊപ്പം കുതിരപ്പുറത്ത് കയറി പൂരം കുളിക്കാൻ പോകുന്നതാണ് 4 കുതിരകളെ വലിച്ചുള്ള യാത്ര. മടത്തുംപടി ഭൂതനാഥ ക്ഷേത്രത്തിലേക്ക് പൂരം കുളിക്കുവാനുള്ള യാത്രാമധ്യേ പയ്യന്നൂർ പെരുമാളമ്പലത്തിന് മുൻപിൽ കുതിരയെ തളച്ച് പെരുമാളെ തൊഴുത് പൂരം കുളിക്കാൻ മടത്തുംപടി ക്ഷേത്രത്തിലേക്ക് യാത്രയാകുന്നു.
ഭഗവതിമാർ പൂരം കുളിച്ച് കയറി മടക്കത്തിൽ കോയ്മ വീടായ കല്ലത്ത് വീട്, കുന്നത്തുമന, ആച്ചം വീട്, കുഞ്ഞിമംഗലമന എന്നിവിടങ്ങളിൽ ആയുധം പിടിച്ചെഴുന്നള്ളിച്ച് തിരിച്ച് പയ്യന്നൂർ പെരുമാൾ സന്നിധിയിലെത്തി വാതിൽ മാടം കയറി പരശുരാമ സന്നിധിയിലുമെത്തി പെരുമാളെ തൊഴുതു വണങ്ങുന്നു. ശേഷം ഗ്രാമത്തിൽ 10 വീട്ടിൽ തിരുവായുധം പിടിച്ചു മടങ്ങി സന്ധ്യയ്ക്ക് 7 മണിയോടെ അഷ്ടമച്ചാൽ ക്ഷേത്രത്തിലെത്തി പൂരവിളക്കോടെ ഭഗവതിമാരുടെ പൂരംകുളി സമാപ്തിയാകുന്നു. ബുധനാഴ്ച സമുദായക്കാർ തിടമ്പേറ്റുന്ന നൃത്തവും ക്ഷേത്രത്തിൽ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ടങ്കാളി കനകത്ത് കണകം പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ വൈവിധ്യമാർന്ന ചടങ്ങുകളുടെ പൂരംകുളി നടന്നു. കണ്ടങ്ങാളി കനകത്ത് കണകം പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തിയുടെ നിറവിൽ പൂരംകുളി നടന്നു. ക്ഷേത്രത്തിന്റെ ചടങ്ങുകൾക്കുള്ള പ്രത്യേക സ്ഥലമായ അഴുക്കത്തുകുളത്തിലാണ് ക്ഷേത്രത്തിലെ പൂരംകുളി നടക്കുന്നത്. പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരമുള്ള അഴുക്കത്തേക്ക് ദേവിയുടെ പ്രതിപുരുഷന്മാർ പരിവാരസമേതം പുറപ്പെടുന്നു. തുടർന്ന് കടവിലെത്തിയ ശേഷം പ്രതിപുരുഷൻ തിരുവായുധങ്ങളുമായി കുളത്തിലിറങ്ങി പൂരംകുളിക്കൽ ചടങ്ങ് നടക്കുന്നു. ചടങ്ങ് ദർശിക്കാനും അഴുക്കത്തേക്കുള്ള യാത്രയിലും മമ്പലം ഭഗവതി ക്ഷേത്രം, മാവിച്ചേരി ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലേതുൾപ്പെടെ വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരക്കാരും സ്ഥാനികരും നാട്ടുകാരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിനും ദേവിയുടെ പ്രതിപുരുഷൻ അഴുക്കത്തേക്ക് എഴുന്നള്ളാറുണ്ട്. നൂറ്റാണ്ടുകളായി കണ്ടങ്കാളി കനകത്ത് കണകം പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ പൂരം കുളിക്ക് കുടിവെള്ളം വിതരണം ചെയ്ത് പലേരി തറവാട് കുടുംബാംഗങ്ങൾ. ആദ്യകാലത്ത് ആചാരം പോലെ നടന്ന ചടങ്ങ് ഇന്ന് സാമുദായിക ഐക്യത്തിന്റെ പ്രതീകമായി മാറുന്നു. നൂറ്റാണ്ടുകളായുള്ള പതിവ് തെറ്റിക്കാതെ കനകത്ത് കണകം പൂമാല ഭഗവതി ക്ഷേത്രത്തിലെ പൂരോത്സവത്തിന് കുടിവെള്ളവുമായി പലേരി തറവാട്ടുകാർ. തലമുറകളായി ആചാരം പോലെ നടത്തിവന്ന ഈ കുടിവെള്ള വിതരണം പുതുതലമുറയും പതിവ് തെറ്റിക്കാതെ തുടർന്നു വരുന്നു. കനകത്ത് കണകം പൂമാല ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിയുടെ പ്രതിപുരുഷൻ പൂരംകുളിക്കായി പരിവാരസമേതം പോകുന്ന അഴുക്കാണത്തേക്കുള്ള വഴിയോരത്താണ് തറവാട്ടുകാർ കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. മോര്, ഇഞ്ചി, പച്ചമുളക്, പുഴുങ്ങിയ പച്ചമാങ്ങ, നാരങ്ങയില എന്നിവ ചേർത്ത് ക്ഷീണവും ദാഹവും അകറ്റാനാകുന്ന വിധം ഔഷധ ഗുണമുള്ള വെള്ളമാണ് വിതരണം ചെയ്യുന്നത്. തറവാട്ടിലെ ഇപ്പോഴത്തെ മൂത്ത കാരണവരുടെ നേതൃത്വത്തിലാണ് കുടിവെള്ള വിതരണം നടക്കുന്നത്. ഇവിടെ കാരണവന്മാർ 1988 കാരണവർ മരിച്ചു. അതിനുശേഷം ഞങ്ങളാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത്. മരുമക്കളായ ഞങ്ങൾ കണകത്തുനിന്ന് അവിടെ പൂരക്കളി സംഘം ഇവിടെ വരുന്ന അവസരത്തിൽ എല്ലാവർക്കും കൊടുക്കുക പതിവാണ്. അവരെല്ലാം കഴിച്ച് പോയാലേ ഞങ്ങൾ ഇവിടുന്ന് ചെക്ക് ചെയ്ത് പോകുള്ളൂ. പ്രധാനപ്പെട്ട തറവാടാണ് തറവാട് കണ്ടങ്ങാളിയിലെ. പൂമാല ഭഗവതി ക്ഷേത്രത്തിലെ പൂരോത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്നവരിൽ ആരും തന്നെ ഈ മോരുവെള്ളത്തിന്റെ രുചി അറിയാതുണ്ടാവില്ല. മുൻകാലങ്ങളിൽ ആചാരം പോലെ നടത്തിവന്ന കുടിവെള്ള വിതരണം ഇന്ന് സാമുദായിക ഐക്യത്തിന് സഹായമാകുന്നതായും തറവാട്ടുകാരനവർ പറയുന്നു. താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ONV കലാഭവൻ മണി അനുസ്മരണവും ഗുരുവന്ദനവും സംഘടിപ്പിച്ചു. കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. പഞ്ചഭൂതങ്ങളെക്കുറിച്ചാണ് ONV എപ്പോഴും എഴുതിക്കൊണ്ടിരുന്നത്. അതിൽ സൂര്യനെ കുറിച്ച് എഴുതുക എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാരമാണ്. അത് സ്വീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം എല്ലാ വലിയ എഴുത്തുകാരും അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുരസ്കാരം സ്വീകരിച്ച് നടത്തുന്ന പ്രസംഗമാണ്. അവരുടെ വ്യക്തിത്വത്തിന്റെയും വീക്ഷണത്തിന്റെയും മുഴുവൻ സത്തയെ ഉരുക്കി ഒഴിക്കുന്ന വാക്കുകൾ. അതിൽ അദ്ദേഹം അവസാനിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഗുരുവന്ദനം ഏറെ ശ്രദ്ധേയമായി. നാടിന് അക്ഷരവെളിച്ചം പകർന്നു നൽകിയ ഗുരുനാഥന്മാർ ഒരുമിച്ച് ഒരേ വേദിയിലെത്തിയപ്പോൾ ശിഷ്യർക്കും പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം. താവം ദേവി വിലാസം LP സ്കൂളിലെ പൂർവാധ്യാപകരായ ബാലമാസ്റ്റർ രോഹിണി ടീച്ചർ, ലത ടീച്ചർ, നാരായണൻ മാസ്റ്റർ എന്നിവരെ ആദരിച്ചു. പ്രേമൻ കീച്ചേരി, ലക്ഷ്മണൻ ചെറുകുന്ന, വിനോദ് ചെറുകുന്ന എന്നിവർ സംബന്ധിച്ചു. KV ലതീഷ് അധ്യക്ഷത വഹിച്ചു. സന്തോഷ് PP സ്വാഗതവും അമ്പിളിയാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഗാനസന്ധിയും അരങ്ങേറി. പവിഴം പോൽ പവിഴാധരം പോൽ
മുളം കാടുകളിൽ ലല്ലനം പാടി വരുന്നേ. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പുതിയ കാലത്തെ ചലച്ചിത്ര ഗാനങ്ങൾ അർത്ഥഗരിമയില്ലാത്തതാണെന്നും കാലം അനന്തര തലമുറയ്ക്ക് ഇത്തരം ഗാനങ്ങൾ കൈമാറില്ലെന്നും പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ മാത്തിൽ വടശ്ശേരിയിൽ AKG വായനശാല രജത ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു വയലാർ രാമവർമ്മയുടെ പുത്രൻ. ശാശ്വതമായുള്ളൊരു വികാരം പ്രണയം തന്നെയല്ലേ. ആദ്യമായി ഉണ്ടായത് ആണും പിന്നീട് പെണ്ണുമാണല്ലോ. അപ്പോൾ തീർച്ചയായും ആൺ പെൺമതത്തിൻ്റെ ഒരു അത് കഴിഞ്ഞാണ് മറ്റെല്ലാ സാമൂഹിക നിയമങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. കാലാകാലങ്ങളിൽ അതിന് മാറ്റം വരുന്നുണ്ട്. പക്ഷേ പ്രണയത്തിന് ഒരിക്കലും മാറ്റം വരാൻ പറ്റില്ല. അത് നമ്മുടെ സ്ഥായി ദുഃഖം പോലെയാണ്. ദുഃഖം എന്ന് പറഞ്ഞാൽ സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരെന്നാണ് ശ്രീകുമാരൻ നമ്പി എന്ന കവി എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ആദ്യം ജനിച്ചത് ആണും പെണ്ണും എന്ന് തമ്മിലുള്ളൊരു ബന്ധം. അത് സ്ഥായിയായ ഒരു ബന്ധം തന്നെയാണ്. അതൊരിക്കലും നമുക്ക് തുടച്ചു മാറ്റാൻ പറ്റില്ല. ബാക്കിയൊക്കെ കാലഘട്ടം അനുസരിച്ചിട്ട് ഓരോന്നിനും എല്ലാത്തിനും മാറ്റം വരുന്നുണ്ട്. ഇതിനത് മാറ്റം വരാതെ കിടക്കുന്നതുകൊണ്ടാണ് ആ പ്രണയത്തിൻ്റെ സ്ഥായീഭാവം. അതില്ലാണ്ട് ഒരുത്തരം ജീവിതത്തിലൂടെ കടന്നു പോകാൻ പറ്റില്ലല്ലോ. അടുത്ത തലമുറ ഈ തലമുറ തന്നെ ഇത് കുറച്ചൊരു അധികം കാലം ഉണ്ടാവില്ല, കുറച്ച് കാലത്തേക്ക് ഉണ്ടാവില്ല. ഒരു ആവേശം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഖലനം കഴിഞ്ഞാൽ തീരുന്ന സുഖം മാത്രമേ ഉള്ളൂ. അതിന് അപ്പുറത്തേക്ക് ഇതിന് യാതൊരു ആയുസ്സും അവർക്ക് തന്നെ അറിയാം എന്ന് ചെയ്യുന്നവർക്ക്. പക്ഷേ അന്നേരം വേണ്ടത് എന്താണ് എന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു എഴുത്തുകാരൻ്റെ കടമയായതുകൊണ്ട് ചെയ്തു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. എരമം നോർത്ത് LP സ്കൂളിൽ പുത്തരി ആഘോഷം സംഘടിപ്പിച്ചു. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സത്യഭാമ ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും പഴയ കാലത്ത് നിലനിന്നിരുന്ന പല ആചാരങ്ങളും നമ്മുടെ കുട്ടികൾക്ക് അറിയാതെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചിട്ടയാർന്ന കാർഷിക സംസ്കാരം വരും തലമുറയ്ക്ക് കൂടി പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എരമം നോർത്ത് LP സ്കൂളിൽ പുത്തരി ആഘോഷവും കൊയ്ത്തുത്സവവും സംഘടിപ്പിച്ചത്. ഉദ്ഘാടന യോഗത്തിൽ എരമംകുറ്റൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP രമേശൻ അധ്യക്ഷനായി. കാസർഗോഡ് AADD PK രഘുനാഥ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിന്റെ ഭാഗമായി സർവീസിൽ നിന്നും വിരമിക്കുന്ന പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VM രാജീവനെ ആദരിക്കുകയും ചെയ്തു. VV ഭാസ്കരൻ, MV ചന്ദ്രൻ, ജിഷ ECK, KP വിജയൻ, മായ VKV, വിജയൻ മാസ്റ്റർ, ബിന്ദു വിജി, ശ്രീബ K തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. തൃക്കരിപ്പൂർ പോളിടെക്നിക് കോളേജിന്റെ സഹകരണത്തോടെ ഉദിനൂർ യൂണിക് എഡ്യൂകോം സെന്ററിൽ നടന്നുവന്ന ടൈലറിംഗ് ക്ലാസിന്റെയും കമ്പ്യൂട്ടർ ക്ലാസിന്റെയും സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിരവധി പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന ഉദിനൂർ എഡ്യൂകോം സെന്ററിൽ 5.5 മാസക്കാലമായി നടന്നുവരുന്ന വനിതാ ടൈലറിംഗ് പരിശീലനം പൂർത്തിയായി. തൃക്കരിപ്പൂർ EK നായനാർ മെമ്മോറിയൽ പോളിടെക്നിക്കിന്റെ സഹായ സഹകരണത്തോടെ നടന്ന പരിശീലനത്തിൽ 55 വനിതകളാണ് ടൈലറിംഗ് പരിശീലനം പൂർത്തിയാക്കിയത്. സ്വയം തൊഴിലിൽ വനിതകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എഡ്യൂകോം സെന്റർ പദ്ധതി ആസൂത്രണം ചെയ്തത്. അതുപോലെ എഡ്യൂകോം സെന്ററിന്റെ നേതൃത്വത്തിൽ വിജയകരമായി നടത്തിയ കമ്പ്യൂട്ടർ പരിശീലനവും പൂർത്തിയായി. 30 വനിതകൾ 3.5 മാസക്കാലം കൊണ്ടാണ് കമ്പ്യൂട്ടർ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയത്. ടൈലറിംഗ് പരിശീലനത്തിന്റെയും കമ്പ്യൂട്ടർ ക്ലാസിന്റെയും സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും എഡ്യൂക്കേഷൻ സെന്ററിൽ നടന്നു. MB ബാലഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും കേവലം LKG UKG അല്ലെങ്കിൽ ഔപചാരിക വിദ്യാഭ്യാസം നൽകുക എന്നതിനപ്പുറം നമ്മുടെ സമൂഹത്തിലെ വിദ്യാസമ്പന്നരായവരും അല്ലാത്തവരുമായിട്ടുള്ള ഒട്ടേറെ യുവതിയുവാക്കൾ എല്ലാവർക്കും സർക്കാർ ജോലി ലഭിക്കുക എന്നുള്ളത് ഈ കാലത്ത് വളരെ പ്രയാസകരമായിട്ടൊരു കാര്യമാണ്. പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കാസർഗോഡ് ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ PK ഫൈസൽ നിർവഹിച്ചു. AK കുഞ്ഞബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു. ബാലൻ നമ്പ്യാർ, T അബ്ദുള്ള മാസ്റ്റർ, AB അബ്ദുള്ള മാസ്റ്റർ, TC മുഹമ്മദ് കുഞ്ഞി, അഡ്വക്കേറ്റ് അസിനാർ, പഞ്ചായത്ത് അംഗം KK ആമിർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഷൈൻ സ്റ്റാർ പെരുവാമ്പയും സഹൃദയ പെരുവാമ്പയും സംയുക്തമായി നടത്തുന്ന 2ാമത് ഉത്തരമേഖലാ വോളിക്ക് തുടക്കമായി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 21 മുതൽ 27 വരെ പെരുവാമ്പ ഗവൺമെന്റ് LP സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ കുമാർ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. ഗ്രാമീണ വോളിയിൽ ന്യൂ സ്റ്റാർ പുളിയപ്പുറം കോസ്വേ പെരുവാമ്പയെ പരാജയപ്പെടുത്തി വിജയികളായി. ഉത്തരമേഖലാ വോളിയിൽ അത്യന്തം വാശിയേറിയ മത്സരത്തിൽ 3-1 ഫ്രണ്ട്സ് കാഞ്ഞങ്ങാട് നവപ്രഭ ചട്ടിയോളിനെ പരാജയപ്പെടുത്തി വിജയികളായി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി ക്ഷേത്രം ശ്രീകോവിൽ കട്ടിളയും സോപാനവും പിച്ചള പൊതിയുന്ന പ്രവൃത്തി ആരംഭിച്ചു. ശ്രീകോവിൽ മുകൾ ഭാഗം ചെമ്പടിക്കൽ പ്രവൃത്തി പൂർത്തിയായി. ചക്രപാണി ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം മെയ് 28 മുതൽ ജൂൺ 9 വരെ 13 ദിവസങ്ങളിലായി നടക്കുന്ന നവീകരണ കലശത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ തകൃതിയിൽ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ക്ഷേത്ര സോപാനവും ശ്രീകോവിലിന്റെ കരിങ്കൽ കട്ടളയും പിച്ചള പൊതിയൽ പ്രവൃത്തി ക്ഷേത്രത്തിൽ നടന്നുവരുന്നു. ശംഖ്, ചക്രം, ഗദ, പത്മം തുടങ്ങിയ കൊത്തുപണികളോടെയാണ് പിച്ചള പൊതിയുന്നത്. TV തമ്പാൻ കാറമേൽ, അരിയിൽ ബാബു, പ്രമോദ് അതിയടം, രാമകൃഷ്ണൻ കണ്ടോത്ത്, കൃഷ്ണൻ തുടങ്ങിയവരാണ് പ്രവൃത്തിയെടുക്കുന്നത്. 3 ലക്ഷം രൂപ ചിലവിലുള്ള പിച്ചള പൊതിയൽ ഒരു ഭക്തന്റെ സംഭാവനയാണ്. പണി പൂർത്തിയാക്കാൻ 1.5 മാസത്തോളം വേണ്ടിവരുമെന്ന് TV തമ്പാൻ പറയുന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തർണനെല്ലൂർ തെക്കിനിയടത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മെയ് 28 മുതൽ ജൂൺ 9 വരെയാണ് നവീകരണ കലശം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഐവർ സംഘത്തിന്റെ മുൻകൈയിൽ വെള്ളൂരിൽ നടത്തിയ ജൈവ പച്ചക്കറി കൃഷി വിളവെടുത്തു. നഗരസഭാ കൗൺസിലർ ഇ ഭാസ്കരൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. MV രാധാകൃഷ്ണൻ, PK സേതുമാധവൻ, KK ഗംഗാധരൻ, K രാജഗോപാലൻ, രാജേന്ദ്രൻ P എന്നിവരുടെ ശ്രമഫലമായി വിളഞ്ഞതാണ് ഈ പച്ചക്കറി. ഒഴിവ് സമയത്തെ ഫലപ്രദമായി വിനിയോഗിക്കുക എന്നതിലുപരി ആരോഗ്യദായകമായ ഒരു സാമൂഹിക കാഴ്ചപ്പാട് എന്ന നിലയിൽ കൂടിയാണ് സംരംഭത്തെ ഈ ഐവർ സംഘം കാണുന്നത്. പയ്യന്നൂർ EMS പഠന കേന്ദ്രം EMS AKG സ്മൃതി 2016 മാർച്ച് 24 മുതൽ 26 വരെ നടക്കും. വിവിധ വിഷയങ്ങളിൽ പ്രമുഖർ പ്രഭാഷണം നടത്തും. പയ്യന്നൂർ EMS പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 24, 25, 26 തീയതികളിലാണ് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ EMS AKG സ്മൃതി 2016 പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുന്നത്. ദിവസവും വൈകുന്നേരം 5 മണിക്കാണ് പരിപാടി. മാർച്ച് 24 വ്യാഴാഴ്ച ദേശീയതയും ദേശസ്നേഹവും പുതിയ പരിപ്രേക്ഷ്യങ്ങൾ എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഡോക്ടർ KN ഗണേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. TI മധുസൂദനൻ അധ്യക്ഷത വഹിക്കും. മാർച്ച് 25 വെള്ളിയാഴ്ച കലാലയങ്ങൾ അശാന്തമാകുമ്പോൾ എന്ന വിഷയത്തിൽ ഡോക്ടർ V ശിവദാസൻ പ്രഭാഷണം നടത്തും. KP സേതുമാധവൻ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ ജിനേഷ് കുമാർ അരമത്തിന്റെ പിന്നെ എന്ന കവിതാ സമാഹാരം കുരിപ്പുഴ ശ്രീകുമാർ പ്രകാശനം ചെയ്യും. P അപ്പുകുട്ടൻ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങും. മാർച്ച് 26 ശനിയാഴ്ച കീഴാള ബൗദ്ധിക പാരമ്പര്യവും ഇന്ത്യൻ ദേശീയതയും എന്ന വിഷയത്തിൽ ഡോക്ടർ അനിൽ ചേലാമ്പ്ര പ്രഭാഷണം നടത്തും. GD നായർ അധ്യക്ഷത വഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി TI മധുസൂദനൻ, GD നായർ, R മുരളീധരൻ, KP സേതുമാധവൻ, KU രാധാകൃഷ്ണൻ, TV കൃഷ്ണൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഇനി മാറ്റുലി കാണാം. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. കാലം പിന്നിടും തോറും വേനലിന്റെ കാഠിന്യം വർദ്ധിക്കുന്നു. നമ്മൾ പ്രകൃതിക്കുമേൽ നടത്തുന്ന അതിക്രമത്തിന്റെ പ്രതിഫലനമാണ് ഇതെന്ന് പഠന റിപ്പോർട്ട്. പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിയായിട്ട് മനുഷ്യൻ മാറിയിരിക്കുകയാണ്. അതിന് കേരളത്തെ ഈ കാലാവസ്ഥ എല്ലാം നശിപ്പിക്കുന്ന ഒരു പണത്തിന് വേണ്ടി എല്ലാം നശിപ്പിക്കുന്ന തരത്തിലേക്ക് നാം എല്ലാം പണത്തിൻ്റെ മോഹം കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനേക്കാളും വരുന്ന രൂക്ഷമായ ഒരു വരൾച്ചയിലേക്ക് പോകുന്ന അതിനെ പ്രതിരോധിക്കാൻ ഇനി വരുന്ന തലമുറക്കെങ്കിലും കഴിയണമെങ്കിൽ ഇന്നത്തെ നിലയിൽ ഈ കേരളത്തെ ഇന്നത്തെ നിലയിൽ നിലനിർത്തിക്കൊണ്ട് ഈ ചൂഷണത്തിനെതിരെ പ്രകൃതിയെ ചൂഷണം ചെയ്യാനുള്ള മനുഷ്യൻ്റെ അത്യാർത്ഥിക്കെതിരെയുള്ള പോരാട്ടമായി വരുന്ന ആളുകളിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രകൃതിയെ മനുഷ്യർ ചൂഷണം ചെയ്യുന്നതും അതുകൂടാതെ ഇപ്പോൾ ഇന്നത്തെ ഇതിൽ ലോകത്ത് വാഹനങ്ങളുടെ ആധിക്യവും വാഹനങ്ങളുടെ നിന്നുള്ള പൊല്യൂഷനും കൂടാതെ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിൽ വരുന്ന ചില കുറവുകളും കാരണമാണ് ചൂട് കൂടാൻ പ്രധാനമായിട്ടുള്ള കാരണം. പരിപൂർണ്ണ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. കുന്നിടിക്കലും മരമുറിക്കലും പ്രകൃതിയെ സംരക്ഷിക്കാൻ ആരും തയ്യാറല്ല. അതാണ് ഒരു പ്രധാന കാരണമായിട്ട് കാണുന്നത്. പിന്നെ മഴ ഇല്ല, ശരിക്കും പെയ്യേണ്ട മഴ ഇപ്രാവശ്യം മഴ പെയ്തില്ല. അതുകൊണ്ട് വെള്ളത്തിന് ഭയങ്കര കുടിവെള്ള പ്രശ്നം ഭയങ്കര രൂക്ഷമാണ്. നമ്മുടെ നാട്ടിൽ വരൾച്ച ഉണ്ടാകാൻ കാരണം ഇങ്ങനെ മഴ കുറവാണ്. പൊതുവേ മഴ കുറവാണ്. പിന്നെ മരങ്ങളെല്ലാം മുറിക്കുന്നത് കൊണ്ട് പിന്നെ കുന്നിടിച്ചിട്ട് അത് അങ്ങനെ ഒരു ഇത് വരുന്നു. പിന്നെ വയലെല്ലാം നികത്തൽ അതുകൊണ്ടെല്ലാം തന്നെയാണ് ഇപ്പം കൊല്ലം കഴിയുന്നത്ര ചൂട് കൂടിയിട്ടല്ലേ വരുന്നു. ഇപ്പം സഹിക്കാൻ പറ്റാത്ത ചൂടാണ്.
ഈ നിറച്ചും ഫ്ലാറ്റ്, കോൺക്രീറ്റ് വീട്, മരങ്ങളെല്ലാം വെട്ടിമുറിച്ച് കുന്നുകളെല്ലാം നിരത്തി എല്ലാം തന്നെ കാരണം. പ്രധാന കാരണമെന്നത് നമ്മുടെ നാട്ടിലുള്ള പ്രകൃതിയെ, മനുഷ്യൻ്റെ ആവാസത്തിന് വേണ്ടി പ്രകൃതിയെ വെട്ടി നശിപ്പിച്ച് അവിടെ വീടുകൾ നിർമ്മിക്കുന്നത് മൂലം കുടിവെള്ളക്ഷാമം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായി ഓരോ വർഷവും കൂടി വരികയാണ്. അതുപോലെ ചൂടും നമുക്ക് വർഷം തോറും കൂടി വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുടിവെള്ളക്ഷാമം ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ കുടിവെള്ളക്ഷാമം നമ്മൾ ഇപ്രാവശ്യം അനുഭവിക്കുകയാണ്. ഇതുപോലെ ഒരു 5-10 വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ വരും തലമുറയ്ക്ക് ഇവിടെ കുടിവെള്ളക്ഷാമവും കൊടും ചൂടും കാരണം നമുക്ക് ഈ നാട്ടിലുള്ള നമ്മുടെ ആവാസ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഈ പ്രകൃതി മാറിക്കൊണ്ടിരിക്കും. അതിന് പ്രധാന കാരണം നമ്മൾ തന്നെയാണ്. മരം വെട്ടിമുറിക്കുകയും അമിതമായി മണ്ണെടുക്കുകയും ചെയ്യുന്നത് മൂലം പ്രകൃതിക്കേറ്റ ക്ഷതമാണ് ഈ ചൂട് വർദ്ധിക്കാനുള്ള പ്രധാന കാരണം എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ കുഴൽക്കിണറിൻ്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും യാതൊരു നിയന്ത്രണമില്ലാതെ ഖനനം നടത്തുകയും ചെയ്യുന്നതോടുകൂടി ചൂട് അതിൻ്റെ പരമകോടിയിലെത്തുകയാണ് ചെയ്യുന്നത്. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. അറിയിപ്പുകൾ. വെങ്ങര കിഴക്കേപ്പാത്ത് കലച്ചക്കാരൻ തറവാട് മൊത്തപ്പൻ മടപ്പുര തിരുവപ്പന ഉത്സവം മാർച്ച് 28, 29 തീയതികളിൽ നടക്കും. പുഞ്ചക്കാട് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം തിരുവപ്പന മഹോത്സവം മാർച്ച് 23, 24, 25 തീയതികളിൽ നടക്കും. വെങ്ങര കാട്ടാച്ചാൽ ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠ തിരുവപ്പന മഹോത്സവം മാർച്ച് 26, 27, 28 തീയതികളിൽ നടക്കും. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാർച്ച് 22 ആശങ്കകൾക്കിടയിൽ ഒരു ജലദിനം കൂടി. കുടിവെള്ളം കിട്ടാക്കനിയായി ശതകോടി മനുഷ്യർ. ദേവീദേവന്മാർ പൂരം കുളിച്ച് മാടം കയറി. ഉത്തരമലബാറിലെ വസന്തോത്സവത്തിന് ഭക്തി നിർഭരമായ പരിസമാപ്തി. പുതിയ കാലത്തെ ചലച്ചിത്ര ഗാനങ്ങൾ അർത്ഥഗരിമയില്ലാത്തതാണെന്നും കാലം അനന്തര തലമുറയ്ക്ക് ഇത്തരം ഗാനങ്ങൾ കൈമാറില്ലെന്നും പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ. വിപുലമായ EMS AKG സ്മൃതിയുമായി പയ്യന്നൂർ EMS പഠന കേന്ദ്രം. പ്രഗത്ഭർ പ്രഭാഷണ പരമ്പരയ്ക്കെത്തും. താപം ഈഗിൾ ക്ലബ്ബ് ONV കലാഭവൻ മണി അനുസ്മരണവും ഗുരുവന്ദനവും കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.